എല്ലാവർക്കും പാറ്റൂരിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്താറാവുന്നുണ്ട് എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ എത്തും. ആണ്. അപ്പോൾ ഗൈസ് ക്ലിയറായിട്ട് കേൾക്കത്തില്ല. ആണാണ്. അപ്പം ഗൈസ് തന്നെ നമ്മൾ ഈ കല്ലുമലയുടെ അങ്ങോട്ട് പോവാണ്. നമ്മളുടെ മില്ലിൻ്റെ അങ്ങോട്ട്. മില്ലിൻ്റെ അവിടെയാണ് വീട്, എൻ്റെ വീട്. അപ്പോൾ നമ്മളിവിടെ ഇളവഴിയിലോട്ട് പോയതാണ്ട് അങ്ങോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കയറുവാണ് ഗൈസ്. നമ്മളെ കണ്ടോ? എന്നെ കണ്ടോ? കാണത്തി ആടെ ബോക്സ് വന്നില്ല. ബോക്സ് അപ്പം നമ്മൾ എല്ലാ ബോക്സെല്ലാം എടുത്ത് പൊട്ടിക്കാനുള്ള സാധനം കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ നമ്മളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. വീട്ടാണല്ലോ, മുഴുവൻ കാണാൻ പറ്റത്തില്ല. എവിടെ അപ്പോൾ ഗൈസ് കുറേ കാര്യങ്ങളുണ്ട്. പാത്രമെല്ലാം എടുത്ത് വയ്ക്കണം. അതൊരു ഇതായിപ്പോയി. അപ്പോൾ ഗൈസ് തന്നെ നമ്മളെ കാർഡ്ബോർഡെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ ഇവിടെ ഇട്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി കുറേ ജോലികളുണ്ട് ഗൈസ്. അതെടുത്ത് വെക്കണം, പാത്രമെല്ലാം എടുത്ത് വെക്കണം. ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഈ ഓടിട്ട വീടല്ലേ ഗൈസ്, കുറേ കാരണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഞങ്ങൾ ഇന്ന് കുറേ വീടുകളൊക്കെ നോക്കി. നമ്മളെ കല്ലുമലയിലെ തെക്കേ വശം അവിടെ. അപ്പോൾ അവിടെ എല്ലാം നോക്കി, അവിടെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ റീത്തുപള്ളിയില്ലേ, അവിടെ അപ്പോൾ അവിടെ നോക്കാനായിട്ട് പോയതായിരുന്നു. പിന്നെ കൊമ്പശ്ശേരിയുടെ അവിടെ ഒരു വീടുണ്ട്, അത് നോക്കണം. കുറേ വീടുകളുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയ കൊമ്പശ്ശേരിയിലുള്ള വീട് അത് നോക്കിയപ്പം അത് വേറെ ആർക്ക് കൊടുത്ത്, അത് വേറെ ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ വീടിന് നോക്കും. വേറൊരു വീടുണ്ട്, അത് ഏത് സ്ഥലത്താണ്, അത് ദൂരെയാണ്. അപ്പോൾ അങ്ങനെയെന്ന് കുറേ കാര്യങ്ങൾ. പിന്നെ ഈ വീട് മാറുവാണെങ്കിൽ ഗൈസ് കുറേ കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മണ്ടയ്ക്ക് ചോരുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മണ്ടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണ്ടേന്ന്, മണ്ടയ്ക്കെല്ലാം എന്തൊക്കെയാണ് കിളിച്ച് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. പടവലങ്ങ എല്ലാം കൂടെ കിളിച്ച് നിൽക്കുകയാണ് ഗൈസ്. പിന്നെ കുറേ ചെടികൾ. എന്തുവാന്ന ഒരു പന്ന വീടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ വീടുകൾ ഞങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ ഓരോ കാരണങ്ങളും ഉണ്ടായി. അപ്പോൾ നമുക്ക് ഒരു വീട് മിഷനുണ്ട് ഗൈസ്, നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് വേണ്ട നമ്മളവിടെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് പറക്കി കൊണ്ടുപോകണം ഗൈസ്. കുറേ ഉണ്ട് ഗൈസ്. അങ്ങനെ കുറേ കൊണ്ടുപോയി നേരെ പാക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് ബോക്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വേറൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇന്ന് ഞങ്ങൾ പോകുന്ന കുറേ നാളായി. അപ്പം വീടെല്ലാം കൊണ്ട് ഇവിടെ JCB വന്നായിരുന്നു. അപ്പോൾ എല്ലാം ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കയറിയ. ഇപ്പോൾ എല്ലാം മറ്റേ വയനാട് ഉരുൾപൊട്ടലിൻ്റെ കൂട്ടാണ് വേണ്ട ഗൈസ്, കൂട്ടിയിട്ടേക്കുന്ന കൂട്ട്. പക്ഷേ എല്ലാം വൃത്തിയാക്കി എന്ന് വെച്ചാൽ പല വീടാണ് ഗൈസ്. ഇങ്ങനെ ആയിരിക്കും അവരുടെ അവസ്ഥ വയനാടിൽ. ശോ, ഇത് ഓർക്കാൻ വയ്യ. അപ്പോൾ ഗൈസ് ഇവിടെ മുഴുവൻ കാട് കയറി ഇരിക്കുവാണ്. അപ്പം അങ്ങനെ മുഴുവൻ കാട് കയറി ഇരുന്നപ്പോൾ ഇവിടെ മുഴുവൻ പോച്ചയായിരുന്നു, കരിയിലായിരുന്നു. അപ്പോൾ JCB വന്നതുകൊണ്ടാണ് എല്ലാം ഒതുക്കി അങ്ങോട്ടിട്ട്, കല്ലെല്ലാം ഒതുക്കി ഇങ്ങനെ അങ്ങോട്ടിട്ട്. അപ്പം അങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങൾ. ഞങ്ങൾ നേരത്തെ ഇവിടെ പണ്ട് വരുമ്പോൾ രാത്രിയിലായിരുന്നു ഞങ്ങളിവിടെ ഷിഫ്റ്റ് ചെയ്തത്, ഈ വീട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കി. അപ്പം നല്ലൊരു വീടായിരുന്നു ഗൈസ്. ഇവിടെ നല്ലൊരു വീടായിരുന്നു. ഈ ബാത്റൂമെല്ലാം ശരിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ വേറൊരു ഇതായി. പിന്നെ ചോരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇഷ്ടമല്ലാത്ത തുടങ്ങി.
നേരത്തെ ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു ഈ വീട്. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ വല്ലാതായിപ്പോയി വീടുകൾ. അപ്പം ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, പിന്നെ വെട്ടിക്കളഞ്ഞതാണ്. അല്ല, ഞങ്ങൾ റെൻറ്റിന് ആ രാത്രി വന്നപ്പം ഇവിടെ ഒരു മരമൊക്കെ വെട്ടി ഇവിടെ ഇട്ടേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ പണ്ടത്തെ കാലമൊക്കെ ഇവിടെ പോയില്ല. ഓക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം എനിക്ക് മിസ് ചെയ്യുന്നു ഗൈസ്. ഈ സ്ഥലം ഇവിടെ നിന്ന് ഞങ്ങൾ വിട്ടു പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പുറത്തെ ഞങ്ങളാ അവർക്കെല്ലാം വിഷമമാണ് ഗൈസ്. അപ്പുറത്തും ഒക്കെ വിഷമമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് അവിടെ നിന്നുണ്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഗൈസ്. ഇപ്പം ബോക്സ് എല്ലാം വരുന്ന അവരൊക്കെ വരുമല്ലോ, അവർ വന്നിട്ട് ബോക്സൊക്കെ ശരിയാക്കി വയ്ക്കുന്നത് ഗൈസ്. ഞാൻ കുറച്ച് നേരം ഇവിടെ 5 മിനിറ്റ് അല്ല, ഇവിടെ പാത്രം വീണ്. ഏതാ? അതെ, ഇങ്ങനെ വെച്ചിരുന്ന വീണതാ. ഓ അതാണ്. ഓ ഞാൻ പേടിച്ചു. ഒരു പാത്രം വരുമെന്ന് പറഞ്ഞ് എപ്പോഴാ? രാത്രിയിലേക്ക്. അപ്പോൾ ഗൈസ് സ്പോട്ടിലെല്ലാം ഇരിപ്പുണ്ട്. ഗ്യാസ് എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം. ഇപ്പോൾ സ്റ്റൗവിൻ്റെ എല്ലാം പാനലെല്ലാം എടുത്ത് വെച്ച് ഇപ്പം എല്ലാം ഇതിലാക്കണം. ചാക്ക് ഈ ബോക്സിലാക്കണം. എന്താണ്ട് ഈ ബോക്സ്, നമ്മളുടെ ഈ ബോക്സ് അത് അതിലാക്കി. പിന്നെ ഇത് കൊണ്ടുപോകണമല്ലോ അച്ഛനെ. അച്ഛനെ ഇത് കൊണ്ടുപോകണമല്ലോ. ഇതെല്ലാം കൊണ്ടുപോകണം. ഇവിടെ ഈ പാത്രം എല്ലാം കൊണ്ടുപോകണം. ഇത് തികയുമോ? ഇപ്പം തികയായിരിക്കും ഗൈസ്. ഇതാണ്ടെ കണ്ടോ, എന്തോ പാത്രങ്ങളാണ്. ഇതൊക്കെ കൊണ്ടുപോകണം, അടിച്ചു വാരി ഇതെല്ലാം ഇളക്കി. ഞായറാഴ്ചയാണ് ഗൈസ് പോകുന്നത്. ഓ ഇല്ല, ഞായറാഴ്ചയാണ് ഗൈസ് എന്താ പോകണ്ടേ. അപ്പോൾ ഇവിടെ എല്ലാം തൂത്ത് വാരിയിട്ട് എന്തുവാ ഗൈസ്, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ആക്കി. എന്തായാലും കുറച്ച് ദിവസം ആണെങ്കിൽ പറയാം. ഇപ്പോൾ വെള്ളി ആണെങ്കിൽ പറയാം. ഇപ്പോൾ ഗൈസ് അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. വേണ്ട, ഇവിടെ ഇനി എല്ലാം കാലിയാക്കണത് ഈ സ്പോട്ടിൽ നിന്ന് വിടാൻ പോകുന്നു നമ്മൾ ഞായറാഴ്ച. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ഈ വീടെല്ലാം എല്ലാം അടിച്ച് ഞങ്ങളിവിടെ പോകുമ്പോൾ ഇവിടെ എല്ലാം അടിച്ച് വാരി ഉണ്ടോ മുന്തന്നെ ആക്കി. പിന്നെ വന്നാ അങ്ങനെ കുറേ താണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി. ഈ സ്വിച്ച് ബോർഡ് ഞാൻ എന്താ നനങ്ങിയ തുണിയല്ല, മറ്റേ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി. താണ്ട് ഇവിടെ എല്ലാം മുഴുവൻ എൻ്റെ പൊന്നോ മുഴുവൻ ഇതായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഇതുകൊണ്ടൊക്കെ കെട്ടിയത് എന്തുവായിരുന്നു ആർക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത പാർട്ട് 3 കാണാം ഗൈസ്. ഇനി അടുത്ത പാർട്ട് 3 നമ്മൾ ഈ ബോക്സും എല്ലാം എടുത്ത് വയ്ക്കണം ഗൈസ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ പാർട്ട് 3 കാണാം. അപ്പം ബൈ. ഓക്കെ.